വയനാട്ടിലെ നാശം വിതച്ച ഉരുൾപൊട്ടലിന്റെ വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. അത് കേരളത്തിലുടനീളം പരന്നതോടെ മറ്റ് ജില്ലകളിലെ ഓരോ നിവാസികളും ജാഗ്രതയോടെ സജീവമായിരുന്നു. അവരിൽ പലരും 2018 വെള്ളപ്പൊക്ക സമയത്ത് ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ ലോകത്തിനു മുന്നിൽ കാഴ്ചവെച്ചത് നമ്മൾ കണ്ടതാണ്. അവർ അന്ന് കളക്ഷൻ പോയിന്റുകൾ സംഘടിപ്പിച്ചിരുന്നു. അതിനാൽ ഈ വയനാട് ഉരുൾപൊട്ടൽ സമയത്തും അത് എങ്ങനെ ചെയ്യണമെന്ന് അവർക്ക് നല്ല വ്യക്തതയുണ്ടായിരുന്നു. ജൂലൈ 30-നാണ് വയനാട്ടിൽ 3 ഉരുൾപൊട്ടലുകൾ ഉണ്ടായത്. ചൂരൽമല, മുണ്ടക്കൈ തുടങ്ങിയ പ്രദേശങ്ങളിൽ വൻ നാശനഷ്ടമുണ്ടായി. ജില്ലയിലെ 91 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 9300-ലധികം പേർ കഴിയുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഓരോ മലയാളിയും വയനാടിന്റെ വേദനയിൽ പങ്കുചേരുന്നുവെന്നും തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സഹായിക്കാൻ തൽപരരാണെന്നും സധൈര്യം മുന്നോട്ട് വന്ന് വ്യക്തമാക്കി. വെള്ളവും ബിസ്ക്കറ്റും മറ്റു ഭക്ഷ്യവസ്തുക്കളും അവശ്യ സാധനങ്ങളുമായി വൻ ജനപ്രവാഹമാണ് അവിടേക്ക് ഒഴുകിയെത്തിയത്. അതിൽ VMTV ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും തിരുവനന്തപുരം സൊനാറ്റയും സജീവമോടെ പങ്കാളികളായി. അതിനിടെ ദുരന്തബാധിതർക്കുള്ള മരുന്നുകൾ ശേഖരിക്കുന്നതിനുമായി സന്നദ്ധ സംഘടനകൾ ഒന്നടങ്കം ഒന്നിച്ചു. സാധന സാമഗ്രികൾക്ക് പകരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതാണ് നല്ലതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചതോടെ ശേഖരണ പ്രവർത്തനങ്ങൾ ഊർജിതമായിരുന്നു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്ന പല കളക്ഷൻ പോയിന്റുകളും അവരുടെ കൗണ്ടറുകൾ അടച്ചുപൂട്ടുകയും ഔദ്യോഗിക ലൈനിൽ നിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാലും ചില കളക്ഷൻ ക്യാമ്പുകൾ വീണ്ടും പ്രവർത്തിച്ചിരുന്നു. സ്റ്റോക്കിന് ക്ഷാമമില്ലാതായി. ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ മാറാൻ തുടങ്ങുമ്പോൾ ശേഖരിക്കുന്ന സാമഗ്രികൾ സഹായമാകുമെന്നും അറിയിപ്പ് വന്നു. എന്നിരുന്നാലും സഹായഹസ്തങ്ങളാൽ ശേഖരിച്ച വസ്തുക്കൾ വയനാട്ടിലേക്ക് എത്തിയപ്പോൾ ആ ഒരു കാഴ്ച ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു. ഒരു മല പോലെ വയനാടൻ ജനതയ്ക്ക് വേണ്ടി സാധനങ്ങൾ എത്തിച്ചു നൽകി. സാധനങ്ങൾക്ക് പുറമെ വയനാടിനെ തന്നെ തിരിച്ചെടുക്കണമെന്ന ലക്ഷ്യത്തോടെ മുന്നോട്ടു പോവുകയാണിപ്പോൾ. കേരള സർക്കാരുകളുടെ ഊർജ്ജസ്വലതയോടുള്ള പ്രവർത്തനമായിരിക്കും ഇനി വയനാടിന് കൈത്താങ്ങായി മാറുക. ഇത്രയും വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിച്ച സമയത്തും ഒരേ മനസ്സോടും ഒത്തൊരുമയോടും പ്രവർത്തിക്കാനുള്ള മനസ്സുകൾക്ക് എത്ര അംഗീകാരം നൽകിയാലും മതിയാകില്ല. സർക്കാരുകൾ ഇനിയൊരു വയനാട് യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി പ്രതീക്ഷയോടെ കണ്ണും നട്ട് കാത്തിരിക്കുകയാണ്. പ്രതീക്ഷയോടെ മുന്നേറാം. VMTV ന്യൂസും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും എന്നും നിങ്ങളോടൊപ്പം. സത്യം വ്യക്തം കൃത്യമായും.